ഹലോ ഹായ് വെൽക്കം ബാക്ക്. 4 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ 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 റയറാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ജനറൽ കേസിൽ എഡിറ്റിംഗ് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ ചോദിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത് ടെൻസസ് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ് തെറ്റിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓക്സിലറി വേർബ് തെറ്റിക്കാറുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് തെറ്റിക്കാറുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊരു 95 മുതൽ 98% കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ 2% കേസുകൾ നമുക്ക് പഠിക്കാൻ പറ്റൂല എന്നല്ല, പക്ഷെ അത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയും. 98 വേണ്ട, 99 പിടിക്കാം. 95 മുതൽ 99% കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റിന് അനുയോജ്യമായ വെർബാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഇല്ലേ ഐ യു ദേ വി, അയ്യുദേവി എന്ന് നമ്മൾ പറയാറുണ്ട് പഠിക്കാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ പ്ലൂരലായ കാര്യങ്ങളും ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെർബിന്റെ വെറും ബേസ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നടന്നു എന്ന് നമ്മൾ പറയണം. നമ്മൾ ഈ അയ്യുദേവി അല്ലെങ്കിൽ പ്ലൂരൽ ആയ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ നടന്നു എന്ന് നമ്മൾ പറയാനില്ലേ, ബേസ് ഫോം ആയിട്ടുള്ള വാക്ക് എന്നുള്ളത് മാത്രം മതി. ഇനി അതല്ല, ഓൺ ദി അതർ ഹാൻഡ് ഹി ഷീ ഇറ്റ് ദാറ്റ് അല്ലെങ്കിൽ നമുക്ക് സിംഗുലർ ആയ സബ്ജക്റ്റ് വന്നു, അതിൻ്റെ കൂടെ നമ്മൾ ബേസ് ഫോം മാത്രം പോരാ, ബേസ് ഫോമിന്റെ കൂടെ ഒരു എസ് കൂടെ വേണം. അപ്പൊ ഇവിടെ ഇത്രയും ഹി ഷീ ഇറ്റ് ദാറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആയ സബ്ജക്റ്റ്, അതിന്റെ കൂടെ നമ്മൾ വെർബ് പറയുന്ന സമയത്തല്ലേ ബേസ് ഫോം മാത്രം പോരാ, ഒരു എസ് കൂടെ വേണം. ഇവിടെ നടന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വാക്ക് എന്ന് മാത്രം പോരാ, വാക്സ് എന്ന് കൂടെ വരേണ്ടതുണ്ട്. സോ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ, ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും വരില്ല, കാരണം ഐ നമ്മളിത് പ്ലൂറലിന്റെ കൂടെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ് വേണ്ട, ബേസ് ഫോം മാത്രം മതി. ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ്. അതുപോലെ തന്നെയാണ് ഹി ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, കാരണം ഇവിടെ എസ് ഫോം കൂടെ വരണം, ബേസ് ഫോമിന്റെ കൂടെ എസ് കൂടെ വരണം. ഹി ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് വേണം പറയാൻ. യൂണിവേഴ്സിറ്റി ഓഫർ ഡിപ്ലോമ കോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓഫേഴ്സ് എന്ന് വരേണ്ടതുണ്ട്. ഇനി ഊബർ ഡ്രൈവർ ഹാവ് റീച്ച് ദ പാർക്കിംഗ് ലോട്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റൂല, കാരണം ഇവിടെ ഊബർ ഡ്രൈവർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഹാവ് അല്ല, ഹാസ് വരണം. എന്ന് പറഞ്ഞാൽ ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്, ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പ്ലൂറലിന്റെ കൂടെയാണ്, ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഡു നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്തത്. ഡു യു ഹാവ് എ പെൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. യു നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് പറയാറുള്ളത്. അപ്പൊ ഡു യു ഹാവ് എന്ന് പറയുന്നിടത്ത് പ്ലൂറലിന്റെ കൂടെ ഡു എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഡസ് നമ്മൾ സിംഗുലറിന്റെ കൂടെയാണ്. ഡസ് ഹി ഹാവ് എ ജോബ്, അവനൊരു പണിയുണ്ടോ? ഡസ് നമ്മൾ ഹീയുടെ കൂടെയാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് യു ഹാവ് എ പെൻ, ഡിഡ് യു പാസ്റ്റിലാണ് പറയുന്നത്, ഡിഡ് യു ഹാവ് എ പെൻ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. വില്ലും വുഡും ഇത് നമ്മൾ ഫ്യൂച്ചറിലും അതിന്റെ പാസ്റ്റ് ടെൻസിലും ആക്കി പറയുന്നതാണ്. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്നത്. വില്ലോ വുഡോ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിന് ശേഷം യൂസ് ചെയ്യേണ്ടത് V1 ആണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വിൽ യു ഗോ ദേർ എന്ന് നമ്മൾ പറയൂലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഗോ എന്ന് പറയുന്നത് എന്താ, V1 എപ്പോഴും കേട്ടോ. വില്ലോ വുഡോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും അതിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടെൻസുകളാണ്. ടെൻസസ് ആണ് എപ്പോഴും നമ്മൾ തെറ്റിക്കാറുള്ളത്. സിമ്പിൾ ആയിട്ട് തെറ്റിക്കുന്ന ഒരു സാധനമാണ് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ബൈസ് എന്ന് പറയുന്നത് എന്താ, ഹി ബൈസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലാസ്റ്റ് മന്ത് എന്ന് ഇവിടെ ടൈം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ കാലത്തിലാണ്, പാസ്റ്റിലാണ്. ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടൈം പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട വെർബ് എന്താവണം, V2 ആവണം, അല്ലെങ്കിൽ അത് ബോട്ട് എന്നുള്ളതാണ്. ബോട്ട് എന്നുള്ളതായിട്ട്
മാറണം. ഓക്കെ, സോ ഇത് നമുക്ക് ഏകദേശം 12ഓളം ടെൻസുകൾ പഠിക്കാറുണ്ട്. പക്ഷെ മിക്കവാറും കേസുകളിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഒക്കെ ആയിരിക്കും നമ്മൾ തെറ്റിക്കുക. അതിൻ്റെ ഒരു 12 ടൈപ്പ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്താക്കിയിട്ട് പറയാം, സിമ്പിൾ പ്രസന്റ് ആക്കിയിട്ട് പറയാം. ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ഒരു ടൈം പറയുന്നുണ്ടെങ്കിലാണ് നമ്മൾ പ്രത്യേകം ഒരു സമയം, ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറയുന്നത്. ഡയറക്ട്ലി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നിടത്താണ് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ING ഫോം വരുമ്പോഴാണ് ഈ മൂന്ന് കൈൻഡ് ഓഫ് ടെൻസുകളിലും ING ഫോം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയാം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും തെറ്റിക്കുന്ന ഒരു സാധനമാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അതായത് പ്രസന്റിലാണ് അത് നടക്കുന്നത്, പക്ഷേ ടൈം സ്പെസിഫിക് ആയിട്ട് പറയാതെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി പാസ്റ്റിലാണ് ആ നടക്കുന്നുണ്ടെങ്കിൽ, പാസ്റ്റിലാണ് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇതിന് എക്സാമ്പിളോട് കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം ആദ്യം നടന്നു, അതിനുശേഷം വേറൊരു കാര്യം നടന്നു എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ബാക്കി ആ 4 നിങ്ങൾ അങ്ങോട്ട് വിട്ടേക്ക്. ഇനി ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ് എന്ന് പറയുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കള്ളൻ രക്ഷപ്പെട്ടതിന് ശേഷമാണ് പോലീസ് വന്നത് എന്ന് പറയുന്നു. അപ്പൊ കള്ളൻ രക്ഷപ്പെട്ടതാണ് ആദ്യം നടന്നത്, പോലീസ് വന്നത് അതിന് ശേഷം നടന്ന കാര്യമാണ്. ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ പാസ്റ്റ് പെർഫെക്റ്റിന് നമ്മൾ ഹാഡ് പ്ലസ് V3 കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതാവും. ആദ്യം നടന്ന കാര്യത്തിന് ഹാഡ് പ്ലസ് V3യിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഇയർ ഐ ഡാഷ് ബാക്ക് ഹോം എവറി ഈവനിങ്. ഇവിടെ എവറി ഈവനിങ് എന്ന് പറയുന്നു, സിമ്പിൾ പാസ്റ്റ് മതി. ഐ വാക്ക്ഡ് എന്ന് മതി, കാരണം അത് സിമ്പിൾ പാസ്റ്റിലാണ്. ഹി യൂഷ്വലി വെയർസ് പാൻസ് ബട്ട് നൗ ഹി ഈസ് വെയറിങ് എന്നാവും. ഹി ഈസ് വെയറിങ് എ ധോത്തി എന്നാവും. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലുക്ക് ദ സ്നോ ഡാഷ് ഫോൾ എന്നാണ് അല്ലെ. ദ സ്നോ ഈസ് ഫോളിങ് എന്ന് മതി. ദ സ്നോ ഈസ് ഫോളിങ് എന്ന് മതി. ഓക്കെ, ഇനി വൺ ഓഫ് ദ നമ്മൾ തെറ്റിക്കുന്ന വേറൊരു സാധനമാണ് വൺ ഓഫ് ദ എന്ന് പറയുന്ന സമയത്ത്. വൺ ഓഫ് ദ പറഞ്ഞു കഴിഞ്ഞ ശേഷം എപ്പോഴും അതിന്റെ പ്ലൂരൽ ഫോമിലാവണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ റയറസ്റ്റ് ഇവന്റ് എന്നല്ല നമ്മൾ പറയേണ്ടത്, പ്ലൂരൽ ഫോം ആവണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. വൺ ഓഫ് ദ ഇവന്റ്സ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. ഇനി ഈ എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, സംവൺ, സംതിങ്, സംബഡി എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എവ്രി വൺ ഹാവ് ദെയർ ഓൺ ചോയ്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ എവ്രി വൺ ഹാസ് ദെയർ ഓൺ ചോയ്സസ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഡസ് എനിവൺ ഹാവ് എ പെൻസിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് നമുക്ക് പറയാൻ പറ്റും. ഡസ് എനിവൺ ഹാവ് എ പെൻസിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ ഡസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ഹാവ് മാറ്റി ഹാസ് ആക്കേണ്ട കാര്യമില്ല. ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാവ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി എന്ന് പറയുന്നിടത്ത് എന്താ തെറ്റ്? നമ്മൾ ഈ ടു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ ING വെർബിന്റെ ING ഫോം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ടു വന്നു കഴിഞ്ഞാൽ ടു വാച്ച്, ടു ജംപ്, ടു വാക്ക്, ടു റൺ. ടു വന്നു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഫോം മാത്രം മതി, അല്ലെങ്കിൽ V1 മാത്രം മതി കേട്ടോ. ഈ ഒരു റൂള് ശ്രദ്ധിക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 2-3 ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റാണ്. The following passage has a few errors. Identify them and edit appropriately എന്നാണ് പറഞ്ഞിരിക്കുന്നത്. My inspiration come from my childhood experiences and observations of nature on rural Kenya. As I was growing up, I witnessed forests being cleared and replaced by commercial plantations who destroyed local biodiversity and the capacity of the forest to conserve water. ഇവിടെ നമുക്ക് ഈസിലി കല്ല് കടിക്കുന്നുണ്ട് ചില ഭാഗം. My inspiration കം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് സിംഗുലർ അല്ലേ, അതുകൊണ്ട് കംസ് എന്ന് വരണം. കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ
ഓൺ റൂറൽ കെനിയ അല്ല, ഓൺ എന്ന് പറയുമ്പോൾ ഒന്നിന്റെ മുകളിൽ വെച്ച പോലെ അല്ലേ, ഇൻ റൂറൽ കെനിയ, റൂറൽ കെനിയയിൽ എന്നല്ലേ വരേണ്ടത്. ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വിറ്റ്നസ് ഫോറസ്റ്റ് ബീൻ അല്ല, ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് അപ്പ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. ഹൂ അല്ല, ഇവിടെ ഹൂ പ്ലാന്റേഷൻസ് വിച്ച് ഡിസ്ട്രോയിഡ് എന്ന് വേണ്ടത് നമുക്ക് പറയാം, വിച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ് ഡിസ്ട്രോയിഡ്. ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ് കേട്ടോ, റിലേറ്റീവ് പ്രോനൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, റിലേറ്റീവ് പ്രോനൗൺ ആണ്. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. റിപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, ദാറ്റ് ഡിസ്ട്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിച്ച് ഡിസ്ട്രോയിഡ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ. 4 മാർക്കിനാണ്, 4 തെറ്റുകളാണ്, 1 2 3 4 തെറ്റുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The third L is leadership that enable women to raise and fulfill their innate abilities and talents. Here there are plenty of room for improvement എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ the third L leadership that enable പോരാ, enables എന്ന് വേണം, enables. കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് സിംഗുലർ ആണ്, the third L എന്ന് പറയുന്നിടത്ത് അവിടെ ഒന്നേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ enable എന്ന് പോരാ, enables എന്ന് വരണം, enables women to raise and fulfill എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫുൾഫില്ലിന് ഒരു എല്ല് കുറവില്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാട്ടോ, പറയാൻ പറ്റൂല. എനേബിൾ ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഹിയർ ദെർ ആർ പ്ലെന്റി ഓഫ് റൂം എന്ന് പറയുന്നത് എന്താ, സിംഗുലർ അല്ലേ, അങ്ങനെയാണെന്നെങ്കിൽ ദെയർ ആർ എന്ന് വേണ്ട, ദെയർ ഈസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മതി. 1 2 3 മാർക്കിനായിരിക്കും, 3 തെറ്റുകളെ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Correct the errors in the following passage. Initially, the work were difficult because they were unaware that an degraded environment leads in a scramble for scarce resources and may culminated in poverty and even conflict. വായിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെങ്കിലും സബ്കോൺഷ്യസ്ലി നമ്മൾ ശരിയാണ് എപ്പോഴും വായിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ തെറ്റ് പറയുമ്പോൾ നമുക്കൊന്ന് ഉളുക്കും. ആ ഉളുക്കുകളെ ഞാൻ കാണിച്ചു തരാം. ഇനീഷ്യലി ദ വർക്ക് വേർ എന്ന് പറയുന്നു, വർക്ക് എന്ന് പറയുന്നത് എന്താ, വർക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പൊ അതുകൊണ്ട് വർക്ക് അല്ല. ദ വർക്ക് വാസ് ഡിഫിക്കൾട്ട്, വേർ വേണ്ട, വാസ് മതി. ദ വർക്ക് വാസ് ഡിഫിക്കൾട്ട് ബിക്കോസ് ദേ വേർ അൺഅവെയർ ദാറ്റ് ആൻഡ് ഡീഗ്രേഡർ. എന്തിനാ ഇവിടെ ഡീഗ്രേഡ് എന്ന് പറയുന്നത് ഒരു കൺസേൺ സൗണ്ട് അല്ലേ, വൊവലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എ മതി. എ ഡീഗ്രേഡഡ് എൻവയൺമെന്റ് ലീഡ്സ് ഇൻ എ സ്ക്രാമ്പിൾ അല്ല, ലീഡ്സ് ടു എ എന്നാണ് വരേണ്ടത്, ലീഡ്സ് to a scramble for scarce resources and may culminated അല്ല, may culminate എന്ന് പോരെ, may culminate എന്ന് മതി, may culminate in poverty. കാരണം ഇത് ഫ്യൂച്ചറിലെ പറയുന്നത്, ആവാം എന്നാണ്. കൾമിനേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ V2 വന്നില്ലേ, V2 ശരിയാണോ, അല്ല, V2 ഇവിടെ വേണ്ട, നമ്മൾ ഫ്യൂച്ചറിലാണ്, മേ സംഭവിക്കാം എന്നാണ് പറയുന്നത്. കൾമിനേറ്റ് ഇൻ പോവർട്ടി ആൻഡ് ഈവൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. സോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 4 ഭാഗങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും തെറ്റിക്കുക. പ്രപ്പോസിഷൻസ്, ടെൻസസുകൾ, അതുപോലെ തന്നെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിലറി വേർബുകൾ. ഈ 4 എണ്ണത്തിലാണ് മെയിനായിട്ട് നമ്മൾ തെറ്റിക്കാറുള്ളത്. ഇതാണ് ഒരു 99 കേസുകളും എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, താങ്ക് യു.